Characteristics of a good brick. ഒരു ബ്രിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്മൾ സ്റ്റോണിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഹാവ് ഡെഫിനറ്റ് 10 പ്രോപ്പർട്ടീസ് പഠിച്ചു. അതുപോലെ തന്നെ ബ്രിക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, അപ്പിയറൻസ്. എ ഗുഡ് ബ്രിക്ക് ഷുഡ് ഹാവ് യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് ദി എഡ്ജസ് ഷുഡ് ബി ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ്. അതായത് ഒരു നല്ല ബ്രിക്കാണെന്നുണ്ടെങ്കിൽ, ഗുഡ് ക്വാളിറ്റി ബ്രിക്കാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് യൂണിഫോം ഷേപ്പും സൈസും ആയിരിക്കും. അതുപോലെ തന്നെ എഡ്ജസ് എന്ന് പറയുന്നത് ഷാർപ്പായിരിക്കും. അതായത് ക്രാക്ക് പൊട്ടിയതൊന്നും ആയിരിക്കില്ല, കറക്റ്റ് ഷാർപ്പായിരിക്കും അതിൻ്റെ എഡ്ജസ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് സ്മൂത്ത്, ഫ്രീ ഫ്രം ക്രാക്സ് ആൻഡ് മൊഡ്യൂൾസ് എക്സെട്ര. അതായത് അതിൽ ക്രാക്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സ്ട്രെങ്ത്. എ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ഷുഡ് ഹാവ് എനഫ് സ്ട്രെങ്ത് ടു ടേക്ക് സ്പെസിഫൈഡ് ലോഡ് ഓഫ് ദി സ്ട്രക്ചർ. ഒരു ലോഡ് വരുന്ന ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു ബിൽഡിംഗ് വർക്കിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലോഡ് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. ആൻഡ് എ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ഷുഡ് ഹാവ് എ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് 10.5 Nm/mm². സ്റ്റോൺ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അവിടെ 3.5 Nm/mm² ആയിരുന്നു. ബ്രിക്കിൽ 10.5 Nm/mm² മിനിമം സ്ട്രെങ്ത് എങ്കിലും ഒരു ബ്രിക്കിന് ഉണ്ടായിരിക്കണം. ദെൻ ഹാർഡ്നെസ്. ഹാർഡ്നെസ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഹാർഡ് ആൻഡ് ടഫ്. വെൻ സ്ക്രാച്ച്ഡ് ബൈ നെയിൽസ് നോ ഇംപ്രഷൻ ഷുഡ് ബി അപ്പിയർഡ്. അതായത് നമുക്ക് ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് ഹാർഡായിരിക്കണം, അതുപോലെ തന്നെ ടഫ്, കുറച്ച് ലോഡ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ സ്ക്രാച്ച് ചെയ്ത് നോക്കുക. നെയിൽ വെച്ചിട്ട് നഖം വെച്ച് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിൽ ആ സ്ക്രാച്ച് ഒരു മാർക്ക് ഇംപ്രഷൻസ് ഒന്നും ഫോം ചെയ്തിട്ടില്ലെങ്കിൽ അത് അതായത് ഹാർഡായിട്ടുള്ള ഒരു ബ്രിക്കാണ്. അല്ല, ഇംപ്രഷൻസ് നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് ഇംപ്രഷൻസ് ബ്രിക്കിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കല്ല. ദെൻ സൗണ്ട്നെസ്. വെൻ 2 bricks are stuck together a metallic ringing sound will be produced. അതായത് 2 ബ്രിക്ക് എടുത്തിട്ട് തമ്മിൽ കൂട്ടി മുട്ടിച്ച് നോക്കുമ്പോൾ ഒരു ക്ലിയർ റിങ്ങിങ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി ബ്രിക്കാണ്. ദെൻ അടുത്തത് ഡ്യൂറബിലിറ്റി. എ ഗുഡ് ബ്രിക്ക് ഷുഡ് ബി ഏബിൾ ടു റെസിസ്റ്റ് ദ എഫക്റ്റ് ഓഫ് വെതറിങ് ഏജൻസീസ് ലൈക്ക് ടെമ്പറേച്ചർ ആൻഡ് റെയിൻ എക്സെട്ര. ഒരു എത്ര ഡ്യൂറബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈടുനിൽപ്പ്, റെയിന് അതായത് മഴയും ടെമ്പറേച്ചർ വേരിയേഷൻസും ഒക്കെ വരുമ്പോഴും അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ, കുറച്ച് കാലം നിൽക്കാനുള്ള കഴിവ് ബ്രിക്കിന് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, പോറോസിറ്റി. ഫോർ എ ഗുഡ് ബ്രിക്ക് ഷുഡ് ബി ലെസ് പോറസ് ആൻഡ് ഇറ്റ് മേ ബി അബ്സോർബ് മോർ ദാൻ 22% വാട്ടർ ബൈ വെയ്റ്റ് വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. ഓക്കെ, നമ്മൾ ഒരു നല്ല ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ അധികം പോറസ്, വെള്ളം നല്ലോണം അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യാതെ നമ്മൾ ഒരു ബ്രിക്ക് എടുക്കുക. ആ ബ്രിക്കിനെ നമ്മൾ 24 hours വാട്ടറിൽ മുക്കി വെക്കുക. അങ്ങനെ 24 hours വാട്ടറിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെയിറ്റിൻ്റെ 20 മുതൽ 22% ഓക്കെ, അത്ര വാട്ടർ അബ്സോർബ് ചെയ്യാം. അതിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. നമ്മൾ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ എന്ത് ചെയ്യും? ബ്രിക്ക് വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടു 24 hours. അതിനുശേഷം ബ്രിക്കിൻ്റെ വെയിറ്റ് എടുത്തു. ഫസ്റ്റ് ബ്രിക്കിൻ്റെ ഒരു വെയിറ്റ് എടുക്കുക, നമുക്ക് എത്ര വെയിറ്റ് ആണെന്ന് അറിയണം. അതിനുശേഷം നമ്മളിത് ഇമ്മേഴ്സ് ചെയ്ത് രണ്ടാമത് എഗെയിൻ വെയിറ്റ് ചെയ്തു. 2 വെയിറ്റിൻ്റെയും ഡിഫറൻസ്, അതാണ് അതിലെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 22% ആയിരിക്കണം. 20 മുതൽ 22% വരെ ആയിരിക്കണം. അതിൽ കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഫസ്റ്റ് ബ്രിക്കിനേക്കാൾ ഇത്ര പെർസെൻറ്റേജാണ് എക്സ്ട്രാ ആവാൻ പാടുള്ളൂ. ദെൻ എഫ്ലോറസെൻസ്. എഫ്ലോറസെൻസ് മീൻസ് എ വൈറ്റ് കളേർഡ് പൗഡർ. ആൽക്കലൈൻ സാൾട്ട്. നമ്മൾ ഈ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ ബ്രിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിക്കിൽ ഒരു വൈറ്റ് കളേർഡ് പൗഡർ കാണാം. ആ വൈറ്റ് കളേർഡ് പൗഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രിക്ക് ഡീക്കേ ആവും, കേട് വരും. അപ്പോൾ അതുകൊണ്ട് ആ പ്രോപ്പർട്ടീസ്, അതായത് വൈറ്റ് പൗഡർ ഉണ്ടോ നോക്കുക. അതിൽ നമ്മൾ വൈറ്റ് പൗഡർ ഇല്ലാത്തതാണ് ബെറ്റർ ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ടു ഫയർ. എ ഗുഡ് ബ്രിക്ക് ഷുഡ് ഹാവ് എനഫ് റെസിസ്റ്റൻസ് ടു ഫയർ. അതായത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിക്ക് പറയുന്നത്. Today we are going to discuss about IS classification of brick. What is mean by IS? Indian Standard. As per Indian Standard, നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ബ്രിക്കിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു? ഓക്കെ,
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്ക് എന്താണ്, അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ബ്രിക്ക് ഉണ്ടാക്കുന്നത്, ഒരു നല്ല ബ്രിക്കിന് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്നൊക്കെ നോക്കി. പിന്നെ അതിൽ ബ്രിക്കിലുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്, IS ക്ലാസിഫിക്കേഷനാണ്. ബ്രിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മെയിൻലി ബേൺഡ് ബ്രിക്സ് ആൻഡ് അൺബേൺഡ് ബ്രിക്സ് എന്ന് പറയും. അൺബേൺഡ് ബ്രിക്സിനെ സൺബേൺഡ് ബ്രിക്ക് എന്നൂടെ പറയും. ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേൺഡ് ഇൻ കിൻ ഓർ ക്ലാമ്പ്, അതായത് കിൻ ബേണിങ് ചെയ്തിട്ടോ, അതായത് ചൂളയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാമ്പ് ബേണിങ് ആയിട്ടോ നമ്മൾ ബ്രിക്കിനെ ബേൺ ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ബേൺഡ് ബ്രിക്സ് എന്നാണ് പറയുക. ഇനി അൺബേൺഡ് ബ്രിക്സ് ഓർ സൺബേൺഡ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രിക്കിനെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, അതായത് സണ്ണിൻ്റെ ഹീറ്റിൽ മാത്രം ബേൺ ചെയ്തെടുക്കുന്ന ബ്രിക്കാണെങ്കിൽ അതിനെ അൺബേൺഡ് ബ്രിക്ക് ഓർ സൺബേൺഡ് ബ്രിക്ക് എന്ന് പറയും. ബേൺഡ് ബ്രിക്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4: ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക് ആൻഡ് ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മോൾഡഡ് ഇൻ ടേബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ഗുഡ് കളർ ആൻഡ് ഫ്രീ ഫ്രം ക്രാക്സ് വിത്ത് സ്ക്വയർ എഡ്ജസ് ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ലെസ് ദാൻ 140 kg/cm². അതായത് ടേബിളിൽ വെച്ചിട്ടാണ് മോൾഡിങ് ചെയ്യുന്നത്. അതുപോലെ ക്രാക്സിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കും, എഡ്ജസ് ഒക്കെ കംപ്ലീറ്റ് സ്ക്വയർ ആയിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 140 kg/cm². അതിൽ ക്യാരി ചെയ്യാൻ പറ്റാവുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് 140 kg/cm². അത്രയും വരെ ക്യാരി ചെയ്യും. ഏറ്റവും ക്വാളിറ്റി കൂടിയ ബ്രിക്കാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, ഇറ്റ് ഈസ് മോൾഡഡ് ഓൺ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ വെച്ച് മോൾഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് പറയുന്നത്. ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 70 kg, ലെസ് ദാൻ 70 kg/cm². 70 kg/cm² വരെ എന്ത് ചെയ്യും, ക്യാരി ചെയ്യും. ദെൻ തേർഡ് ക്ലാസ് ബ്രിക്ക്, ഇറ്റ് ഈസ് ആൾസോ മോൾഡഡ് ഇൻ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ തന്നെയാണ് മോൾഡ് ചെയ്യുന്നത്. പക്ഷേ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 35 to 70, 35-ൻ്റെയും 70-ൻ്റെയും ഉള്ളിലായിരിക്കും. ദെൻ ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പാണ്, കറക്റ്റ് സ്ക്വയർ എഡ്ജസ് ഒന്നും ആയിരിക്കില്ല. ഡാർക്ക് കളർ ഡ്യൂ ടു ഓവർ ബേണിങ്, അതായത് ഓവർ ബേണിങ് കാരണം തന്നെ അത് ഡാർക്ക് കളേർഡ് ആയിരിക്കും ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷേ കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതൽ ഫോർത്ത് ക്ലാസ്സിനാണ്, ഗ്രേറ്റർ ദാൻ 150-150-ന് മുകളിലായിരിക്കും അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് റെഗുലർ ഷേപ്പ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത്ത് ഇപ്പം 140 വരെ ക്യാരി ചെയ്യും. ബാക്കിയുള്ളത് 140 വരെ ഫസ്റ്റ് ക്ലാസ് ക്യാരി ചെയ്യും. പക്ഷെ ഫോർത്ത് ക്ലാസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ഷേപ്പ് കൊണ്ട് തന്നെ അതിൽ എന്ത് ചെയ്യും, ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് 4 ക്ലാസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ബ്രിക്ക് പറഞ്ഞപ്പോൾ ബ്രിക്ക് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ക്ലേ. ക്ലേൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലേൻ്റെ അനദർ പ്രൊഡക്ട്സ്, നിങ്ങളോട് ചിലപ്പം 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട് ക്ലേ പ്രൊഡക്ട്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ക്ലേ പ്രൊഡക്റ്റ് പറയുന്നത് നമ്മൾ പഠിച്ചു ബ്രിക്ക്. ഇനി നമ്മൾ സെക്കൻഡ് പഠിക്കാനായിട്ടുള്ളത് ടൈലാണ്. ഓക്കെ, ടൈല് ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന അനദർ പ്രൊഡക്റ്റാണ് ടൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെറാക്കോട്ട, എർത്തേൺ വെയർ, സ്റ്റോൺ വെയർ, പോസലൈൻ, ഇത്രയും സാധനങ്ങൾ ക്ലേ പ്രൊഡക്ട്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഞാൻ കാണിച്ചു തരാം. എന്താണ് ടെറാക്കോട്ട, അല്ലെങ്കിൽ എന്താണ് എർത്തേൺ വെയർ, എന്താണ് സ്റ്റോൺ വെയർ, എന്താണ് പോസലൈൻ എന്നുള്ളതിൻ്റെ ഫിഗേഴ്സ് ഓരോന്നും പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദെൻ ടൈലാണ് ഫസ്റ്റ് നോക്കാനുള്ളത്. ടൈല് ഈസ് എ തിൻ സ്ലാബ്, അതായത് തിന്നായിട്ടുള്ള ഒരു സ്ലാബാണ്. ഇറ്റ് ഈസ് ബേൺഡ് ഇൻ കിൻ, അതായത് ചൂളയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നതാണ്, തിൻ സ്ലാബാണ്. ഇത് നമ്മളെ ബ്രിക്കിൻ്റെ സെയിം മാനുഫാക്ചറിങ് പ്രോസസ്സ് തന്നെയാണ് ടൈലിനുള്ളത്. ഫസ്റ്റ് ക്ലേ പ്രിപ്പയർ ചെയ്യും, അതിനുശേഷം മോൾഡ് ചെയ്യും. മോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രിക്കിൻ്റെ പോലുള്ള മോൾഡ് ആവില്ല, അച്ചായിരിക്കില്ല. കാരണം ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 19x9x9 cm ആണ്. ഞാനവിടെ ടോപ്പിൽ എഴുതിയിട്ടുണ്ട്, ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 19x9x9 cm. നോമിനൽ സൈസ് എന്ന് പറയുന്നത് 20x10x10 ആണ്. അതായത് മോർട്ടാറിൻ്റെ തിക്നെസ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ 20 വരുന്നത്. സ്റ്റാൻഡേർഡ് ബ്രിക്ക് സൈസ് വരുന്നത് 19x9x9 cm ആണ്. ഓക്കെ, അപ്പോൾ ടൈലാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ടൈലിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ക്ലേ പ്രിപ്പയർ ചെയ്യും. മോൾഡ് ചെയ്യുന്നത് ബ്രിക്കിൻ്റെ മോൾഡായിരിക്കില്ല. ടൈല് അറിയണത് ഒരു പ്രസ് ചെയ്തിട്ട്, ടൈലിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ കട്ടി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രസ് ചെയ്ത് ചെയ്യുന്നതാണ് മോൾഡിങ്. ദെൻ ഡ്രൈയിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യുക, ഉണക്കുക. ദെൻ ബേണിങ് എന്ന് പറയുന്നത് കിന്നിൽ ചൂളയിൽ വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. പക്ഷേ ബ്രിക്കിൻ്റെ ചൂളയെ നമ്മൾ പറയുന്ന പേര് ഹോഫ്മാൻ സ്കിൻ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ടൈലിൻ്റെ കിന്നിനെ പറയുന്ന പേര് സിലാക്കോട്ട് കിൻ എന്നാണ്.
നമുക്കിതിൻ്റെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ കിൻ പ്രോസസ്സ് ടൈലിൻ്റെ ഡീപ്പായിട്ട് പഠിക്കാനില്ല. അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് ടൈലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 സ്റ്റെപ്പ് പ്രിപ്പറേഷൻ. പക്ഷേ ബ്രിക്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ഓഫ് മാൻ സ്കിന്ന്, എന്താണ് കിൻ ബേണിങ്, ഗ്ലാം ബേണിങ് എന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഡീപ്പായിട്ട് പറഞ്ഞത്. ഇതിലതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും മതി. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പ്രിപ്പയർ ചെയ്യുക, ദെൻ മോൾഡിങ്, ഡ്രൈയിങ്, ദെൻ ബേണിങ്. ഇത്രയാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓഫ് ടൈൽ എന്ന് പറയുന്നത്.